ചേട്ടാ, ആലപ്പുഴയിലെ ജി സുധാകരന്റെ വിഷയം. അപ്പോൾ അതിനകത്തില് ഒരുപാട് നിലപാടുകളുമായി CPM-ന്റെ തന്നെ പ്രതിനിധികൾ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രായം കൊണ്ട് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ നിലപാടുകൾ കൊണ്ടാണ് അയാളെ മാറ്റി നിർത്തുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെ ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായ PK ശ്യാമളയ്ക്ക് എന്ത് പ്രത്യേകതയാണ് ജി സുധാകരനെക്കാട്ടിലുള്ളത്? ഒരു രണ്ടുപേരും കമ്മ്യൂണിസ്റ്റിന്റെ പാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എന്നാലും കണ്ണൂരിൽ ഇത്രയധികം ഭാര്യയ്ക്ക് വേണ്ടി കട്ടയം പിടിക്കുന്ന മാസ്റ്റർ എന്തുകൊണ്ടാണ് ജി സുധാകരന് നേരെ തിരിച്ച് ഇയാൾ നിൽക്കേണ്ട എന്നൊരു നിലപാടെടുക്കുന്നത്? ഇതിനൊരു രണ്ട് വശങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഗോവിന്ദ മാഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതിനെ കുറിച്ച് ഒരു വശമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ആദ്യം പറയാനുള്ളത്, ജി സുധാകരൻ എന്ന നേതാവ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വയസ്സും പ്രായവും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും അടുത്ത് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വയസ്സാണ്. മുഖ്യമന്ത്രിക്ക് വയസ്സ് 81 82 ആണ്. ജി സുധാകരന് 75 മറ്റോ ആണ്. അപ്പോൾ വയസ്സിൻ്റെ പരിധിയിൽ 3 പ്രാവശ്യം പാർട്ടി സെക്രട്ടറി ആയ ആളാണ് അല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഇപ്പോൾ 2 തവണ കൂടി മുഖ്യമന്ത്രിയായി. ഇനി ഒരു തവണ കൂടി നമ്മുടെ കഷ്ടകാലത്തിന് ഇദ്ദേഹം തന്നെ ജയിച്ചു വന്നാൽ നമ്മൾ സഹിക്കേണ്ടി വരുന്ന ഇദ്ദേഹത്തെ ആയിരിക്കും. അപ്പോൾ 3ാമത്തെ തവണ മുഖ്യമന്ത്രിയാകുന്നു. അതൊരു ഉദാഹരണം. ലെനിൻ എന്ന് പറയുന്ന ഇവരുടെ പാർട്ടി നേതാവ്, അദ്ദേഹം മരിക്കുന്നത് വരെ എന്തായിരുന്നു? നേതാവായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് സ്റ്റാലിൻ എന്തായിരുന്നു? മരിക്കുന്നവരെ അധികാരത്തിലിരുന്നു. ലെനിനും അധികാരത്തിലായിരുന്നു, സ്റ്റാലിനും അധികാരത്തിലിരുന്നു. നിങ്ങൾ ലെനിനെയുമായിട്ടൊന്നും ഇദ്ദേഹത്തിനെ കൂട്ടണ്ട, ലെനിനും സ്റ്റാലിനുമായിട്ടൊന്നും ജി സുധാകരനെ കൂട്ടണ്ട അല്ലേ. അദ്ദേഹം അങ്ങേയറ്റം പോയാൽ പിണറായി വിജയനും ആറ്റെങ്കിലും കൂട്ടാവല്ലോ. തീർച്ചയായും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവർ ഈ മുഴുവൻ പേണിക്ക് ചോറ്റി പൊതിയുന്ന ആൾക്കാരാണ്. തരാതരം പോലെ അടവ് മാറ്റുന്ന പാർട്ടിക്കാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന് ഞങ്ങൾ 2 തവണ MLA ആക്കി, 2 തവണ മന്ത്രിയാക്കി, ഇയാളൊരു അധികാരമോഹിയാണ്. ഇതാണ് CPM-ന്റെ തന്ത്രം. അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ സംസാരിക്കുന്ന PK ശ്യാമളയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ PK ശ്യാമള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സുധാകരന് ഒരു വശം, സുധാകരനെ ഇവർ മാറ്റി നിർത്തുന്നതിൻ്റെ വശമാണ് ഞാൻ പറഞ്ഞത്. PK ശ്യാമള ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് പിണറായി വിജയൻ്റെ ശക്തി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കാര്യം PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഗോവിന്ദൻ തയ്യാറെടുത്തപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഈ പാർട്ടിക്കകത്ത് വളരെ അന്തർലീനമായി ഒരുപാട് കളികൾ നടക്കും. അത് സൈലന്റ് ഓപ്പറേഷൻസ് എന്നാണ് പറയുക. എനിക്ക് ഈ പാർട്ടി ഘടകങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മാറി നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ P ജയരാജനെയാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇലക്ഷന്റെ കാര്യങ്ങൾക്കായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. സുധാകരന്റെ മണ്ഡലത്തിൽ ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കാൻ P ജയരാജൻ അല്ല, ഇവിടെ ശ്യാമളയുടെ കണ്ണൂരാണ് P ജയരാജൻ. അത് P ജയരാജന് എന്തുകൊണ്ട് P ജയരാജന് സീറ്റ് കൊടുത്തിട്ടില്ല? അതെന്താ കൊടുക്കാത്തെ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല. P ജയരാജന് എങ്ങനെയാ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത നേതാവായത്? എനിക്ക് P ജയരാജനെ നേരിട്ട് പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സഖാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇന്നും ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ജീവിക്കുന്നത്. P ജയരാജന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടമല്ല. ഇന്ന് കാണുന്ന P ജയരാജനെ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ ഒരു റൗഡിയായിട്ട് P ജയരാജനെ കാണുന്നതിന്റെ കാരണക്കാരൻ ആരാണ്? ഈ മുഖ്യമന്ത്രിയാണ്. കാര്യം ഇവർക്ക് വേണ്ടിയാണ്, ഇദ്ദേഹത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഒരു ഗുണ്ടയായത്. അപ്പോ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ഈ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണ്ട, മത്സര രംഗത്തേക്ക് കൊണ്ടുവരണ്ട, നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി കൂടിയാൽ മതി. അത്തരം ആൾക്കാർക്ക് പ്രായവും ആരോഗ്യവും ഒക്കെ പ്രശ്നങ്ങളായിട്ട് വരും. അല്ലാത്ത ആൾക്കാർക്ക് യോഗ്യത ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾ സീറ്റ് നൽകും. ഈ നിലപാടാണോ ഇപ്പോ പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ അറിയുന്ന 2 വ്യക്തികൾ, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ രണ്ടുപേരും വയ്ക്കാം. ഇതിൽ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അധികാരം വരുന്നു. നിങ്ങളുടെ ഈ അധികാര ശ്രേണിക്കകത്ത് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളെ വെക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും? ഇല്ലല്ലോ. നിങ്ങൾ പറയുന്ന ഒരാളിനെ വെക്കാനേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരാളെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളെ നിങ്ങൾ വെക്കില്ല. അതേപോലെ തന്നെ അഴിമതിക്കും അതേപോലെ പാർട്ടിയുടെ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കാത്ത സുധാകരനെ സംബന്ധിച്ച് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദ്യം ചെയ്യും. അദ്ദേഹത്തിന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്രട്ടേറിയറ്റ് പോകേണ്ട അവസരം, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ജി സുധാകരൻ വളരെ കൃത്യമായി ഫയൽ വായിച്ച്, ഈ ഉദ്യോഗസ്ഥർ ഫയൽ മാറ്റി വന്ന് നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന രംഗം ഫയൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വായിക്കുന്ന ജി സുധാകരനാണ്. എന്നിട്ട് ഇതിലെന്താണ് ഇത് എന്ന് പറഞ്ഞ് തിരിച്ച് വായിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പറയാനായിട്ട് പറയുന്ന സുധാകരനാണ്.
കാര്യം ഈ IAS ഉദ്യോഗസ്ഥർ IPS ഉദ്യോഗസ്ഥര് അവർ കാര്യങ്ങൾ ചെയ്യാൻ വെച്ചിട്ടുള്ള പറ്റിക്കാനും പറ്റും മന്ത്രിയെ. ആ പറ്റിപ്പ് അദ്ദേഹം ഒഴിവാക്കുക. അതാണ് അദ്ദേഹം മിടുക്കനായ മന്ത്രി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കണ്ണൂർ പാർട്ടിക്കകത്ത് കൃത്യമായി ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. അത് എന്തെന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ MA ബേബി കേന്ദ്രത്തിൽ നിന്ന് MA ബേബിയും, ഞാനിത് മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞ, കണ്ണൂർ തന്നെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ്. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഫോണിൽ നമ്മൾ ഇത്രയൊക്കെ വർഷങ്ങളായി ഈ രംഗത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സൗഹൃദങ്ങളൊക്കെ എല്ലാ ജില്ലയിലും നമുക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ പിണറായിയെക്കാളും കുറച്ചും കൂടെ ബേബിയുമായി കൂട്ടുചേർന്ന് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വേള എൻ്റെയും ആതിരയുടെയും കേരളത്തിലെ ജനങ്ങളുടെയും കഷ്ടകാലത്തിന് വീണ്ടും ഈ ഭരണം വന്നാൽ പിണറായി വിജയൻ ഒരു കൊല്ലത്തിൽ കൂടുതൽ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അവിടെ ഇരിക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ബാക്കിയുള്ളവരെല്ലാം ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയനെ പോലെ തന്നെ യോഗ്യനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത്തരം ആൾക്കാരെ പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്ക് പാർട്ടി നേതൃത്വങ്ങൾ കൊടുക്കാനോ പാർട്ടിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഇത്തരം നേതാക്കൾക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പലതും പുറത്താകുമോ എന്നുള്ള പേടിയായിരിക്കാം. പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിമത നീക്കം അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ പുറത്തേക്ക്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ 75 വയസ്സിന്റെ പ്രായപരിധി കൊണ്ടുവരുന്നത്. എന്തിനാണ് 75 വയസ്സിന്റെ പ്രായപരിധി കൊണ്ടുവന്നത്? ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ജി സുധാകരനെ പോലെ ഐസക്കിനെ പോലെ കുറച്ച് പേരെ എണ്ണം പറഞ്ഞവരെ വെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകനെ അരിയിട്ട് വാഴിക്കണം. മരുമകനെ അരിയിട്ട് വാഴിച്ചു. ആ മരുമകനെ ആക്കുമ്പോൾ ബാക്കി രണ്ടാം നിര നേതാക്കളുണ്ട്. MP രാജേഷ് ഉണ്ട്, ബാലഗോപാലുണ്ട്, അല്ലേ, P രാജീവ് ഉണ്ട്. അവരൊക്കെ തോള് കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇന്ന് ഈ നിലയിലെത്തിയെന്ന് പിണറായി വിജയൻ അറിയാം. കേവലം മരുമകനെ മാത്രം രക്ഷപ്പെടുത്തുമ്പോൾ അവർ ചോദ്യം ചെയ്യൂലേ? അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയത്. പാർട്ടിക്കകത്തെ കൂട്ടയടി ഒഴിവാക്കാൻ വേണ്ടി മന്ത്രിക്ക് മരുമകന് സ്ഥാനം കൊടുത്തതുപോലെ തന്നെ തനിക്ക് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതല്ല, വഴിവെട്ടാൻ സഹായിച്ച ആൾക്കാർക്കല്ലേ ഓരോ മന്ത്രിസ്ഥാനവും. അതേപോലെ തനിക്ക് മീതെ വളരുന്ന ഇത്തിൽ കണ്ണികളെയൊക്കെ വെട്ടുന്ന രീതിയിൽ അവരെ പ്രായവും അസുഖവും അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കാരണം പറഞ്ഞ് പാർട്ടിക്ക് പ്രായം നിറമൊക്കെ നമ്മൾ പണ്ട് പറയല്ലോ, പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക, നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക, വൈകല്യത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു മാറ്റി നിർത്തലുണ്ടല്ലോ. അങ്ങനെ ആ പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. അദ്ദേഹം ഭയങ്കര പ്ലാനർ എന്നാ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത 10 കൊല്ലത്തേക്കുള്ള കാര്യം പ്ലാൻ ചെയ്തു പോകുന്ന ആളാണെന്നാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ സ്വാർത്ഥത പാടില്ല. തനിക്ക് ഇരിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം ഇടിഞ്ഞു താഴെ പോകാനും പാടില്ല. താനിങ്ങനെ ഇരിക്കുന്ന സ്ഥലം സുരക്ഷിതമാക്കാനായി ചുറ്റുമുള്ളത് വെട്ടി പോകുമ്പോഴേ അവസാനം ഇരിക്കുന്ന സ്ഥലവും കുഴി അങ്ങ് താന്നു പോകും. അല്ല, 82 വയസ്സായില്ലേ, ഇനി ഇപ്പൊ ഒരു തവണയും കൂടെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കൂടെ ഭരിച്ചിട്ട് പോകാനുള്ള ഒരു രീതിയായിരിക്കും. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചില്ലേ, ഇവര് തമ്മിലുള്ള ഒരു നീക്കുപോക്കെന്ന് പറഞ്ഞില്ലേ, ബേബിയും ഗോവിന്ദനടങ്ങുന്ന സംഘത്തിന്റെ നീക്കുപോക്ക്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ജയരാജൻ അടങ്ങുന്ന കണ്ണൂർ സംഘം ഖോ വിളിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തല്ലോ. ആന്തൂർ സാജൻ മരിക്കാൻ കാരണം ഈ ശ്യാമളയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പഴയ വീഡിയോകളൊക്കെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുവാണ് ഈ ശ്യാമളയുടെ സ്വഭാവത്തെ കുറിച്ച് കാണിക്കാൻ. എന്നിട്ടും സീറ്റ് കൊടുത്തല്ലോ. എന്തുകൊണ്ടാ? ഈ ഗോവിന്ദൻ അത്ര കണ്ട് പിണറായിക്കെതിരെ ഗോവിന്ദനും ബേബിയും അടങ്ങും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ കാലാകാലങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മുംബൈ പോകുന്ന നേതാവിനെതിരെ കളി പിറകിൽ നിന്നുണ്ടാകും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. എന്തായാലും PK ശ്യാമളയെക്കാട്ടിൽ എത്രയോ ഭേദമാണ് ജി സുധാകരൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ വോട്ടിലൂടെ. ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ആലപ്പുഴയിൽ എങ്ങനെ നിന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ജയിക്കാനുള്ള രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. അല്ലാതെ നിങ്ങളെ പോലെ അപ്പുറത്തിരുന്ന് മറ്റൊന്ന് പറയും, ഇപ്പുറത്ത് ഞങ്ങൾ വേറൊന്ന് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മറ്റൊന്ന് വന്ന് പറയും, ഈ ഒരു നിലപാടുകൾ സ്വീകരിച്ച ആളായിരുന്നില്ല. ഇത് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾ എത്രയൊക്കെ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ജി സുധാകരന്റെ തട്ട് താണു തന്നെ ഇരിക്കും. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ കൊണ്ടുവെക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെട്ടിമാറ്റുന്ന ഈ തോമസ് ഐസക്കിനെ പോലെ, ജി സുധാകരനെ പോലെ, ശൈലജ ടീച്ചറിനെ പോലെ ഓരോ ആളുകൾ നിൽക്കുമ്പോഴും അപ്പുറത്ത് നിങ്ങൾ മരുമകനെയും മച്ചമ്പിയെയും ഭാര്യയെയും അമ്മായച്ചനെയൊക്കെ കൊണ്ട് നിർത്തി ജനങ്ങൾ തന്നെ ആട്ടിയിറക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിക്കാതിരിക്കുക. അത് മാത്രമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്.